ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ രാവിലെ ഇതുപോലെ എന്നും ഇവിടെ നല്ല മഞ്ഞാണ് ഇപ്പം. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് തോന്നും. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകണം. അവർക്ക് ലഞ്ച് കൊടുത്തു വിടേണ്ട. അവർക്ക് എക്സാം നടക്കുമായതുകൊണ്ട് ഉച്ചവരെ അവർക്ക് എക്സാം ഉള്ളൂ. അപ്പോൾ ഉച്ചയാകുമ്പോൾ അവർ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ലഞ്ചൊക്കെ സാവധാനം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങ് കറിയുമായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം മക്കളെ രണ്ടുപേരെയും വിളിച്ച് അവരെയും ഒന്ന് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച് മോനെയും മോളെയും റെഡിയാക്കി നിർത്തി. അവരുടെ സ്കൂൾ ബസ് നമുക്കിവിടെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് 8 മണിക്ക് തന്നെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും റെഡിയായി എക്സാം എഴുതാനായിട്ട് സ്കൂളിലേക്ക് പോയി. മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമായിരുന്നേ നമുക്ക് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കാനായിട്ട് തുടങ്ങുന്നത്. അല്ലെങ്കിൽ രാവിലെ എല്ലാം റെഡിയാവുന്നതാണ്. ഇപ്പം താമസിച്ച് മതിയായതുകൊണ്ട് രാവിലെ തന്നെ മക്കളെ വിട്ടതിന് ശേഷം അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് അടുപ്പത്തേക്ക് ഇട്ട് കേട്ടോ. അത് അരി അവിടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജോലികളുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ ഇവിടെ എന്നും രാത്രി നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് കുറച്ച് കരിയിലയൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. മുറ്റം അടിച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീടിനകവും കൂടെ ഒന്നടിച്ച് വാരി വൃത്തിയാക്കിയിടുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം പൂരിയും കിഴങ്ങറി എന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ കിഴങ്ങറി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. എനിക്ക് പൂരി ഇങ്ങനെ വെറുതെ കഴിക്കുന്നതാണ് ഇഷ്ടം, കറി കൂട്ടാതെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് കറി എടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നേ മീൻ വാങ്ങാനായിട്ട്. നമുക്ക് നല്ല നാടൻ നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മുളക് കറി വെക്കണം. അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള നല്ല നെയ്മീനായിരുന്നേ. മീനൊക്കെ വാങ്ങാൻ പോയിട്ട് വന്നതിന് ശേഷം നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പപ്പായയാണേ. പപ്പായ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തുള്ള ലഞ്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേ. ക്യാബേജ് തോരനും രസവും നല്ല നെയ്മീൻ മുളകിട്ട കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ വന്നു. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.